ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്രൂച്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് ബ്രൂച്ചായിട്ടും ഹെയർ ബാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഫ്ലവേഴ്സും അതുപോലെ ലീഫൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ ക്രാഫ്റ്റ് ഷോപ്പ്, ബട്ടൺ ഹൗസ് അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും. വളരെ റേറ്റ് കുറവാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എവിടെ കിട്ടും, അതുപോലെ എത്ര രൂപയായി, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ്. ഇത് നമുക്ക് ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ഞാനിത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സെയിലാക്കുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഒന്നിന് 3 രൂപയാണ്. ഇതിൻ്റെ പല സൈസിലും പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഗ്രീൻ റിബൺ ആണ്. അപ്പോൾ ഈ ഒരു റോളിന് 10 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഫെവി ബോണ്ടിൻ്റെ ഗമ്മാണ്. ജ്വല്ലറി മേക്കിംഗ് അതുപോലെ ക്രാഫ്റ്റ് വർക്കിനൊക്കെ ഏകദേശം നമ്മൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ടൂളാണ്. ഇതിനും 15 രൂപ 20 രൂപ ആ ഒരു റേറ്റിനാണ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടത് ഈ ഒരു സിസറാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു കമ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ഫാൻസി സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒന്നിന് 1 രൂപയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലവർ എടുക്കുകയാണ്. അത് നമ്മൾ ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓരോ ഫ്ലവറും എടുത്തിട്ട് ഓരോ പാർട്ടുകൾ ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്ത് ഓരോ ഫ്ലവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൽ നമ്മൾ ഈ ഒരു കമ്പിയും ബീഡ്സ് എല്ലാം വെച്ചിട്ട് പാർട്ടുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഈ ഒരു കമ്പി എടുക്കുകയാണ്. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു കുഞ്ഞു കമ്പി എടുത്തിട്ട് ഈ ഒരു ബീഡ് അതിൽ കോർത്തെടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫ്ലവർ അങ്ങ് കോർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഈ ഒരു ഗം അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. നടുക്ക് മാത്രം മതി കേട്ടോ. ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് അമർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക. അത് ഉണങ്ങുന്ന വരെ നമ്മളതൊന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഫ്ലവർ ഇതുപോലെ ഫുള്ളായിട്ട് വിരിയാതെ ചെറുതായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവർ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ഫ്ലവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ഈ ഒരു റിബണാണ്. ഇത് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു റിബൺ വെച്ചിട്ട് ലീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു റിബൺ എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ടൂളാണ് കേട്ടോ. ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ ലീഫൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി ആ ബാലൻസ് വരുന്ന ആ ഒരു റിബൺ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ കരിച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് അങ്ങ് കരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ലീഫ് റെഡിയായി. അപ്പോൾ നമ്മളുടെ ലീഫ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം ഉള്ളിലോട്ട് അങ്ങ് ആക്കി കൊടുത്താൽ നമ്മളുടെ അടിപൊളി ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ലീഫിൻ്റെ ഉള്ളിലൂടെ ആ ഒരു കമ്പി അങ്ങ് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലവർ റെഡിയായി. അപ്പോൾ നമുക്ക് 1 2 3 ലീഫ് ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവേഴ്സിനും 2 വീതം എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ലീഫ് ഇടയ്ക്ക് വരുമ്പോഴാണ് ഈ ഒരു ബ്രൂച്ചിന് ഭംഗി കൊടുക്കുന്നത്. അപ്പം 1 എടുക്കുന്നതിന് പകരം ഒരു 2 3 എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതേ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് നമ്മളിനി ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാത്തിനും 2 ലീഫ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതാണ് ഭംഗി. അപ്പം ഇത്രയും ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മളുടെ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു കമ്പി എടുക്കുക. അത് എത്രയാണോ ലെങ്ത്ത് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ബ്രൂച്ചിനുള്ള കമ്പി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റം പിടിച്ചിട്ട് ഇതുപോലെ വളച്ച് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഫ്ലവേഴ്സും ഈ ഒരു കമ്പിയിൽ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ചുറ്റി കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലവർ അതിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഗ്യാപ്പില്ലാതെ കുറച്ച് ഗ്യാപ്പ് വിടുക കേട്ടോ. അങ്ങനെ അടുപ്പിച്ച് വന്നാലും ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി പോവും. കുറച്ച് ഗ്യാപ്പിൽ വേണം നമ്മളത് പിരിച്ചു കൊടുക്കാനായിട്ട്.
അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഓരോ ഫ്ലവേഴ്സും നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം തിരിച്ചു കൊടുക്കുന്ന ഈ ഒരു ഭാഗം ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ് കേട്ടോ. അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയാൽ മതി, വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. കൊച്ചു പിള്ളേർക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ബ്രൂച്ചായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന ആ ഒരു എൻഡിങ് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ വളച്ചെടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഉള്ളിലോട്ടും പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ലാസ്റ്റത്തെ നമ്മളുടെ ബ്രൂച്ച്. ഇനി നമുക്ക് ആ ഒരു ഗ്രീൻ റിബൺ വെച്ചിട്ട് ഉള്ളിലൂടെ ആ ഒരു കമ്പിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിബൺ വെച്ചിട്ട് എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റിബൺ അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു റിബൺ വെച്ചിട്ട് ഈ ഒരു ബ്രൂച്ചിൻ്റെ അറ്റത്ത് നന്നായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ടൈറ്റായിട്ട് വേണം കെട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുത്താൽ ചുറ്റി കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു റിബൺ വെച്ചിട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ആ അടിയിലുള്ള കമ്പി കാണാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു റിബൺ കെട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റിബൺ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഫുള്ളായിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു റിബൺ വെച്ചിട്ട് ഈ ഒരു ബ്രൂച്ച് ഫുള്ളായിട്ട് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഈ ഒരു ബാലൻസ് വരുന്ന റിബൺ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ അവിടെ വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നില്ല കേട്ടോ, ബാക്കിലോട്ട് ആ ഒരു റിബൺ ചുറ്റി കൊടുക്കുകയാണ്. ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇടയിലൂടെ ചുറ്റി കൊടുത്തിട്ട് ഒരു ഗമ്മ് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗമ്മ് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മളത് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തും ഈ ഒരു ഗമ്മ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായില്ലേ? കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. കൊച്ചു പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഹെയർ ബോ വെക്കുന്ന പോലെ വെക്കുക, എന്നിട്ട് സ്ലൈഡ് വെച്ചിട്ട് കുത്തി കൊടുക്കുക. അതല്ല, രണ്ട് സൈഡിലും റിബൺ കെട്ടി കൊടുത്തിട്ട് നമ്മൾ ഹെയർ ബോ വെക്കുന്ന പോലെ വെച്ചിട്ട് ബാക്കിലോട്ട് അങ്ങ് കെട്ടി കൊടുത്താലും സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. ഇതിൻ്റെ മെറ്റീരിയൽസിനൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ. 3 രൂപ 10 രൂപ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.